ഈ സ്ത്രീകൾക്ക് ഒരു 35 ഇയേഴ്സ് കഴിയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. ആണുങ്ങൾ അത് അത്ര ബാധിക്കുന്നില്ല. അത്ര വലിയ ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് അത്ര എവിഡൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ ആണുങ്ങളെ ബാധിക്കാറില്ല. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അവർക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കേസുകൾ നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. അവർക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാവാത്ത പോലെ നടക്കുക. അതിൻ്റെ റീസൺ ഒന്ന്, വീട്ടിലെ കാര്യങ്ങൾ വൃത്തിക്ക് നടക്കാൻ. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ചെറിയ വേദനകളൊക്കെ അവിടെയും പിടി വരും. അത് മൈൻഡ് ചെയ്യില്ല. ആരെ വീട്ടിൽ നോക്കിയാലും തന്നെ കാണാം, ചെറിയ വേദനകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തടവിക്കൊണ്ട് നടക്കും. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അതൊന്നും ഇതായതാണ്, ഉളുക്കിയതാണ്, അല്ലെങ്കിൽ അതാണ്. ഈ ആരോഗ്യം മോശമാകുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 45-50ലേക്കൊക്കെ എത്തുമ്പോഴാണ് പലരും ഡോക്ടറെ കാണാൻ വരിക. ഡോക്ടറെ കാണാൻ വരുമ്പോഴത്തേനും കൂടുതലുള്ള പുരുഷന്മാരെക്കാളും അതേ ഏജിലോ അല്ലെങ്കിൽ 1-2 വയസ്സ് മേലെ താഴെ നിൽക്കുന്ന പുരുഷന്മാരെക്കാളും ഒരുപാട് മുന്നോട്ട് വരുടെ ആരോഗ്യം മോശമായിട്ടുണ്ടാവും. ഇത് മോശമാവാതിരിക്കാൻ 35 ഇയേഴ്സ് പ്ലസ്സിൽ വരുന്ന സ്ത്രീകൾ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, വ്യായാമം ചെയ്യുക, വൈറ്റമിൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തിന്നുക. ഈ വൈറ്റമിൻസ് കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ വൈറ്റമിൻസും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള വിറ്റാമിൻസും കാര്യങ്ങളും കഴിക്കുക. നമുക്കൊരാളെ സഹായിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ എല്ലുമുറിയ പണിയെടുക്കല്ല വേണ്ടത്. ആദ്യം നമ്മുടെ ആരോഗ്യം സെറ്റാക്കുക. നമ്മുടെ ആരോഗ്യം പ്രോപ്പറാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്താൽ അത് പ്രോപ്പറാവുള്ളൂ. സ്ത്രീകളിലെ ഈ 35 പ്ലസ്സിലേക്കുള്ള ചേഞ്ചസ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ അവിടെ ഈ മുട്ടുവേദനയും സന്ധിവേദനയൊക്കെ ഉള്ള സ്ത്രീകളുടെ എണ്ണം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും.